നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതോടൊപ്പം കാർഷിക രംഗം സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാവുന്ന മേഖലകളെല്ലാം ആ രീതിയിലേക്ക് ഉയർത്താനുള്ള ശ്രമം നടക്കുന്നു. നാളെ മുതൽ മാലിന്യനിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തോതിലുള്ളൊരു ക്യാമ്പയിൻ നാടാകെ ഏറ്റെടുക്കുകയാണ്. മഹാനായ ഗുരു ശുചിത്വത്തിന് ഏറ്റവും അധികം പ്രാധാന്യമാണ് കൽപ്പിച്ചത്. വിദ്യാഭ്യാസവും വ്യവസായവും തമ്മിലുള്ള ജൈവികമായ ബന്ധം രൂപപ്പെടുത്തി നാം മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഗുരു തെളിച്ച പാതയിലൂടെ മുന്നേറാനാണ് കേരളം ശ്രമിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് കഴിയും. മനുഷ്യത്വത്തിൻ്റെ മഹത്തായ സന്ദേശം ലോകത്താകെ പടർത്തിയ തീർത്ഥാടന കേന്ദ്രമാണ് ശിവഗിരി. കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും മനുഷ്യ മനസ്സുകളുടെയും ഇരുളടഞ്ഞ കോണുകളിലേക്കാണ് വെളിച്ചം ശിവഗിരിയിൽ നിന്ന് പടർന്നു കയറിയത്. ആ വെളിച്ചം കാലത്തെ മാറ്റിയെടുത്തു, ലോകത്തെ മാറ്റിയെടുത്തു, മനുഷ്യ മനസ്സുകളെയും മാറ്റിയെടുത്തു. ജാതിക്കും മതത്തിനും എല്ലാവിധ വർഗീയ ചേരിതിരിവുകൾക്കും അതീതമായ മഹത്വപൂർണമായ ആ സന്ദേശം ഉൾക്കൊള്ളാൻ വർഷം തോറും കൂടുതൽ കൂടുതൽ പേർ ശിവഗിരിയിലേക്ക് എത്തുന്നു. സത്യത്തിൽ ശിവഗിരി തീർത്ഥാടനം പൂർണ്ണമാവുന്നത് ശിവഗിരിയിലേക്ക് പതിനായിരക്കണക്കിന് ആളുകൾ ഒഴുകി എത്തുന്നിടത്തല്ല, മറിച്ച് ഇവിടേക്ക് എത്തുന്ന പതിനായിരങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കാരുണ്യപൂർവമായ മഹാസന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവരായി മാറണം. അവ ഉൾക്കൊണ്ട് മടങ്ങിപ്പോയി സ്വന്തം ജീവിതത്തിലും പൊതുജീവിതത്തിലും പകർത്തുന്നവരാവണം. ശിവഗിരിയിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വർഷം തോറും തീർത്ഥാടകരായി എത്തേണ്ടത് നല്ല കാര്യം തന്നെയാണ്. ഇത് അതോടൊപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസന്ദേശം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അവരെ ആകെ ഉൾക്കൊള്ളിക്കാനുള്ള തീവ്രമായ ശ്രമവും ഇതോടൊപ്പം നടക്കേണ്ടതായിട്ടുണ്ട്. ഗുരു സന്ദേശം ഉൾക്കൊള്ളുന്നതിൽ ശ്രദ്ധ വെക്കാതെ നടത്തുന്ന തീർത്ഥാടനങ്ങൾ പൊള്ളയായ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമായി തരം താണു പോകും. അന്ധമായ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയായിരുന്നു ഗുരു എന്നും പ്രവർത്തിച്ചു പോന്നിരുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ പൊള്ളയായ ആചാരം ഗുരു നിന്ദിയായി മാറും. അതുണ്ടാവാതിരിക്കാനാണ് ഗുരുവിൻ്റെ മഹത്വമാർന്ന സന്ദേശങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരാവണം ഓരോ തീർത്ഥാടകനും ആ തീർത്ഥാടകരുടെ യാത്രയും എന്ന് ഉറപ്പുവരുത്തൽ. ഇവിടെയാണ് എന്തായിരുന്നു യഥാർത്ഥ ഗുരു സന്ദേശം എന്നത് പരിശോധിക്കേണ്ടത്. അവിടെ നാം കാണാൻ കഴിയുക മനുഷ്യ സ്നേഹമായിരുന്നു ഗുരുവിൻ്റെ സന്ദേശം. ആ സ്നേഹത്തിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവില്ല. അത്തരം വേർതിരിവുകൾ കൽപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് ഗുരു സഹിക്കുമായിരുന്നില്ല. അങ്ങനെയുള്ള ഗുരുവിനെ തന്നെ ജാതിയുടെയോ മതത്തിൻ്റെയോ വേലികെട്ടി അതിനുള്ളിൽ പ്രതിഷ്ഠിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാലോ അതിൽ കവിഞ്ഞ ഗുരു നിന്ദയുണ്ടാവാനില്ല. അക്കാര്യം നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഓർമ്മിച്ചാൽ മാത്രം പോരാ, അത്തരം ശ്രമങ്ങൾക്കെതിരായി നല്ല ജാഗ്രത പുലർത്തുകയും വേണം. ആ ജാഗ്രതയുണ്ടായില്ലെങ്കിൽ ഗുരു എന്തിനൊക്കെ വേണ്ടി നിലക്കൊണ്ടോ അതിനൊക്കെ എതിരായ പക്ഷത്തേക്ക് ഗുരുവിനെ തട്ടിയെടുത്ത് കൊണ്ടുപോയി പുനഃപ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. ഗുരു എന്തിനൊക്കെ എതിരെ പൊരുതിയോ അതിൻ്റെയൊക്കെ വക്താവായി ഗുരുവിനെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. അതുണ്ടായിക്കൂടാ. അത്തരം ദുർവ്യാഖ്യാനങ്ങൾ
അനുവദിക്കില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിക്കാൻ കഴിയണം. സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ കേവലം ഒരു മതനേതാവായി അല്ലെങ്കിൽ മതസന്യാസിയായി കുറച്ചു കാണിക്കാനുള്ള ശ്രമങ്ങളെ തിരിച്ചറിയണം. ഗുരുവിന് മതമില്ല എന്ന് മനസ്സിലാക്കണം. ഗുരുവിന് ജാതിയില്ല എന്ന് മനസ്സിലാക്കണം. ലോകത്ത് മനുഷ്യരായി പിറന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ കാലവും ഗുരുവായിരിക്കേണ്ട ഒരു മഹാവ്യക്തിത്വത്തെ നമ്മുടെ പരിമിതമായ കാഴ്ചവട്ടത്തിനുള്ളിലെ ഒരു ജാതിയിലോ മതത്തിലോ ആയി തളച്ചിടുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം. ഗുരുവിന്റെ ജാതി എന്താണ് എന്ന് ഒരാൾ ഒരിക്കൽ ഗുരുവിനോട് തന്നെ ചോദിക്കുകയുണ്ടായി. അതിന് ഗുരു കൃത്യമായി മറുപടി പറഞ്ഞു. ചരിത്രം കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവിന്റെ വാചകം അതേ രീതിയിൽ ഞാൻ ഉദ്ധരിക്കുകയാണ്. നാം ജാതിഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും വത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില പ്രത്യേക വിഭാഗക്കാർ നമ്മെ അവരുടെ വിഭാഗത്തിൽപ്പെട്ടവനായി വിചാരിക്കുന്നു. അക്കാരണത്താൽ പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണക്കിടവന്നിട്ടുണ്ടെന്നും അറിയുന്നു. നാം ഒരു പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്തിരിക്കുന്നു. ഇതാണ് ഗുരുവിൻ്റെതായി ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ. ഒരു സംശയത്തിനും ആ വാക്കുകൾ പഴു നൽകുന്നില്ല. എന്നിട്ടും ഗുരു മതാചാര്യനാണെന്ന് പറഞ്ഞാലോ?